കാർഡ് എടുത്തിട്ട് 718. ഓ അയ്യാ, ഒരു BSNL കൂപ്പൺ കൊടുക്കുക. കൂപ്പൺ കാലിയാச்சு സാർ, ഈവനിങ് தான் വരും. ഈവനിങ് വരെ ഫോൺ ചെയ്യാതെ ഞാൻ കാത്തിരിക്കണം. അയ്യോ, ഈ ഫോൺ വർക്ക് ചെയ്യും? വർക്കാവും സാർ. സാർ ഇന്നെങ്ങാനും മുടിയുവാ നീ മുച്ചലാ സാർ. മുച്ചാരാ എനിക്ക് 2 ദിവസമായിട്ട് ഞാനകത്താ, നീയൊക്കെ പുറത്തും. മുച്ചാരാ സാർ. ഇല്ല ഓടില്ല സാർ, ഇല്ല ഓടില്ല. ഹലോ സാർ, ഞാൻ ജോണിക്കുട്ടിയാ. രാവിലെ എന്റെ മോളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് തന്ന ആളാ ജോണിക്കുട്ടി. അവൾ എവിടെയുണ്ടെന്ന് വല്ല വിവരവും കിട്ടിയോ? നിങ്ങൾ പറഞ്ഞ പയ്യനെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ സംഗതി ചില പ്രശ്നമുണ്ടല്ലോ ജോണിക്കുട്ടി. അവൻ തന്റെ മോളെ കെട്ടാൻ പോകുന്ന പയ്യനാണെന്നാണല്ലോ പറയുന്നത്. ഇനി പെണ്ണ് പ്രേമിച്ച് ഒളിച്ചോടി പോയാൽ മറ്റാണോ? ഞാൻ നിങ്ങൾക്ക് അവന്റെ നമ്പർ തന്നത് അവനെ അറസ്റ്റ് ചെയ്യാനാണ്, അല്ലാതെ അവന്റെ ഭൂതവും പാപിയും വർത്താനവും ഒക്കെ കേട്ട് അന്വേഷിക്കാൻ വേണ്ടിയല്ല. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യും, അവനെ ഒന്നോടെ വിളിച്ച് നൈസായിട്ട് അവൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി സാർ ജീപ്പ് എടുത്തോണ്ട് പോയിട്ട് അവനെ പൊക്കിക്കൊണ്ട് വന്ന് ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് പൂസ് സാറേ. അവൻ തത്ത പറയണ പോലെ സത്യമെല്ലാം തുറന്നു പറയും. സാറിനെയൊക്കെ ആരാ സാറേ പോലീസിലെടുത്തത്? മിസ്റ്റർ ജോണിക്കുട്ടി, എന്താ സാർ? നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് ചെല്ലേ. അവിടെ നിന്നൊരു ഫോം കിട്ടും, അത് വാങ്ങിച്ച് ഫില്ല് ചെയ്യണം. ഈ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഫില്ല് ചെയ്യണേ. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ലെറ്റർ വരും, പോലീസ് ട്രെയിനിങ്ങിന് ചേരാൻ. അതിന് സെലക്ട് ആയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്നെക്കാൾ ഹയർ പൊസിഷനിൽ എങ്ങാനും ആയാ എന്റെ തലയിൽ കയറി നിറങ്ങുക. അപ്പൊ ഞാൻ അനുസരിക്കാം, അല്ലാതെ ചെമ്പൈ വൈദ്യനാഥ ഭാവന വായ്പാട്ട് പഠിപ്പിക്കല്ലേ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. എത്രയായി? 3 രൂപ സാർ. ഓ, കാശിന് കുറവൊന്നുമില്ല, കൂപ്പൺ ചോദിച്ചാ ഇല്ല. I'm in traffic. പൈസ എപ്പോ തരോടാ മാണിക്കേ? Dude, പൈസ I'm in traffic. പൈസ എപ്പോ തരോടാ അലവലാ നീ? എടാ പുള്ളി ഞാൻ ട്രാഫിക്കിലാ. ഈശ്വര, ബ്യൂട്ടിഫുൾ ഗേൾ. எக்ஸ்கியூஸ் மீ, ஃப்ரெண்ட் கிட்ட பேசணும், கொஞ்சம் ஃபோன் தர முடியுமா? It's okay. I'm Manik. ഹലോ മാത്യു, ഞാൻ ജീനിയ. ഹലോ ജീന, എടി ഞാൻ നിന്നെ കണ്ടിരുന്നു, നിന്റെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വട്ടിരാജ് നിന്റെ തൊട്ടടുത്ത് നിൽക്കണോണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാതാകെ. അതിനിടയ്ക്ക് നിന്റെ അച്ഛനാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കാ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നാശം പിടിക്കാനായിട്ട് ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടണം. എല്ലാം എൻ്റെ സമയം. നീ ധൈര്യമായിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ എൻ്റെ അച്ഛൻ കൊടുത്ത കംപ്ലൈൻറ്റ് അത് നീ കാര്യമാക്കണ്ട, ഞാൻ നിൻ്റെ ഒപ്പമല്ലേ. ജീന, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ശരി, ടെൻഷൻ അടിക്കണ്ട, വൈകിട്ടാകുമ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ, ശരി. ബൈ. ഫോണിങ്ങനെ മേടിച്ച് പിന്നെ പേര് ചോദിക്കുമ്മേ. താങ്ക് യു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ ആം മാണിക്. മലയാളിയാണല്ലേ? അതെ. പേരെന്താ? ജീന. ജീന യഹാ മറന യഹാ ജിസ്. ഇത് കണ്ണോ അതോ കാന്തമോ? ജീന, യു ആർ വെരി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ ജീന, ഗോ ഫോർ എ കോഫി ചാറ്റ്. എക്സ്ക്യൂസ് മീ. അല്ല, നമ്മൾ മലയാളികളാണല്ലോ, കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ച്. നാട്ടിലെവിടെ വീട്? തൃശ്ശൂരാണോ കൊല്ലത്തോ? സോറി, ഞാൻ എൻഗേജ്ഡാ. ഓ, ഇപ്പോൾ ബിസിയാണല്ലേ? അതല്ല, ഞാൻ കമ്മിറ്റഡാ, കല്യാണം ഉറപ്പിച്ചതാ. ശരി, ഞാൻ
സോ വാട്ട്, ഒരു കോഫി ചാറ്റ് അല്ലേ ജീന? ഞാൻ ഉയർന്നു പോകും മണ്ണിൽ നിന്നുമെല്ലവേ, കാൽ തൊടാതെ നീന്തും ചന്ദ്രനിൽ എന്ന പോലവേ, 100 കിനാക്കൾ ഒളിച്ചിടും നിന്റെ ചേലരും നീല കണ്ണുകൾ തുറന്നു നീ നോക്കിയാൽ സഖി ഞാൻ ഉയർന്നു പോകും മണ്ണിൽ നിന്നുമെല്ലവേ, കാൽ തൊടാതെ നീന്തും ചന്ദ്രനിൽ എന്ന പോലവേ. പെയ്തിടും മുൻപേയായി മാഞ്ഞ നിൻ തൂമൊഴി തൂകിടും ഇളം തേനായിരുന്നു. 100 കിനാക്കൾ ഒളിച്ചിടും നിന്റെ ചേലരും നീല കണ്ണുകൾ തുറന്നു നീ നോക്കിയാൽ സഖി